ശ്രീമതി രമ, ഇപ്പോൾ ടി.പി. വധക്കേസിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക് ഇരട്ട ജീവപര്യന്തം, പുതുതായി പ്രതി ചേർക്കപ്പെട്ടവർക്ക് ജീവപര്യന്തവും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പരമാവധി ശിക്ഷയായ വധശിക്ഷ ഇല്ല എന്നത് നിരാശപ്പെടുത്തുന്നുണ്ടോ? സ്മൃതി, ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഈ പ്രതികൾക്ക് ശിക്ഷ പോരാ, പരമാവധി ശിക്ഷ കൊടുക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത്. അപ്പോൾ ഈ വിധി തീർച്ചയായിട്ടും പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ കൊടുത്തിരിക്കുകയാണ്. കാരണം നേരത്തെ അപ്പീൽ വന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ വിധി റദ്ദ് ചെയ്യപ്പെടും, ഈ പ്രതികളെ മുഴുവൻ വിട്ടയക്കപ്പെടും എന്നൊരു സാഹചര്യം പല കോണിൽ നിന്ന് സംസാരിക്കുന്ന CPM നേതൃത്വം ഉൾപ്പെടെ ആ തരത്തിൽ, അതിൻ്റെ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ ആ തരത്തിലാണ് കോടതിയിൽ അതിനെ സമീപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആ കീഴ്ക്കോടതിയുടെ വിധി, വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുകയും അതോടൊപ്പം 2 പ്രതികളെ ആഡ് ചെയ്യുകയുമാണ് ഉണ്ടായത്. 2 ആളെ കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇപ്പോൾ വീണ്ടും ഈ നേരത്തെ 3 പേരാണ് ഗൂഢാലോചന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 5 പേർ ഗൂഢാലോചനയിൽ വന്നു. കൂടാതെ 7 കൊലയാളികളും അതുൾപ്പെടെയുള്ള ആളുകൾക്കാണ് ഇപ്പം ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഇരട്ട ജീവപര്യന്തമാണ്. ഈ 1 മുതൽ 5 വരെയും 7ഉം 8ഉം പ്രതികൾക്ക് 1 മുതൽ 5 വരെ 7 വരെയുള്ളതിൽ 6ാമത്തെ പ്രതി സിജിത്ത് ഒഴികെ ബാക്കി എല്ലാവർക്കും 120B ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയാണ് ഇരട്ട ജീവപര്യന്തത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന 2 പേർ അവരുടെ അസുഖമെല്ലാം പറഞ്ഞു ഇതിനകത്തുനിന്ന് ഒഴിവാകാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കൂടി ജീവപര്യന്തം തടവാണ് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി, ഈ ശിക്ഷ വളരെ നല്ലത് തന്നെയാണ്, നമുക്ക് സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ ലാർജർ കോൺസ്പിരസിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാർജർ കോൺസ്പിരസിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മറ്റ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ കേസിൽ കുഞ്ഞനന്തൻ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പീലിൽ കൂടിയിരുന്നു, അപ്പീലിൻ്റെ ഭാഗമായിരുന്നു. ആ കുഞ്ഞനന്തൻ്റെ ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഫൈൻ ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കൊലയാളികൾക്കെതിരെ ആരും ഇതിനകത്തുനിന്ന് ഒഴിവാകുന്നില്ല എന്നുള്ള സൂചനയും അതിനെ ശക്തമായ രൂപത്തിൽ തന്നെയാണ് കോടതി ഇതിനകത്ത് കണ്ടിരിക്കുന്നത് എന്നുള്ളത് സുപ്രധാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, കേസിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് 20 വർഷത്തേക്ക് പരോൾ നൽകരുത് എന്ന് കൂടി കോടതി വിധിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് അന്യായമായി ലഭിച്ചുകൊണ്ടിരുന്ന പരോളിനെ കുറിച്ച് രമ തന്നെ പലതവണ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. ആ സമയത്ത് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ്. കോടതി അതുകൂടി കണക്കിലെടുത്തു എന്ന് വേണ്ടേ കരുതാൻ രമ? അതെ സ്മൃതി, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിനകത്ത് 20 വർഷം എന്ന് പറയുന്നത് അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടരുത് എന്ന് തന്നെയാണ്, ഒരു കാരണവശാലും ഒഴിവായിപ്പെട്ട പോകരുതെന്ന് പ്രത്യേകം കോടതി പരാമർശിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് വളരെ നല്ല വിധിയായിട്ട് തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നു. കാരണം ഇപ്പോൾ പ്രതികൾക്ക് എന്താണ്, അവർ കോടതി ജയിലാണോ വീടാണോ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ജയിലായിരിക്കും. കാരണം ജയിലിലാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ പരോൾ ലഭിക്കുന്നു, ഫോൺ ഉപയോഗിക്കാം, എല്ലാ ആക്ടിവിറ്റീസും നടത്താം, ക്രിമിനൽ പ്രവർത്തനം നടത്താം, ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാം എന്ന് പറഞ്ഞാൽ അവരൊരു ശിക്ഷ അനുഭവിക്കുന്നതായിട്ടേ നമുക്ക് തോന്നിയിട്ടില്ല. ഇന്ന് കോടതി അത് വളരെ ഗൗരവത്തിലാണ് കോടതി ഇന്ന് ആ പരാമർശം നടത്തിയത്. ആ വാദം കേൾക്കുന്ന സമയത്ത് കോടതി ചോദിച്ചൊരു കാര്യം, പരോളിലായിട്ട് ക്രിമിനൽ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് വീണ്ടും എങ്ങനെയാണ് പരോൾ കൊടുക്കുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. അതാണ് ഈ കേസുകളൊക്കെ നമ്മൾ കണ്ടത്. അത്തരം കേസുകൾ FIR ഇട്ട കേസ് ഉണ്ടായിട്ട് പോലും ഈ പ്രതികളെ ഇഷ്ടാനുസരണം കൈവിലങ്ങ് പോലും ഇല്ലാതെ ട്രെയിനിലും ബസ്സിലും എല്ലാം കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ നടന്നിട്ടും ഒരുപക്ഷെ ഇതൊക്കെ തെളിവ് സഹിതം കോടതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊക്കെ നടന്നിരുന്നു. അതൊക്കെ എത്ര മാത്രം ഈ പ്രതികൾക്ക് ഇതിൻ്റെ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് 20 വർഷം കൃത്യമായിട്ട് കോടതി പറയുന്നത്. ഒരുവിധ റെമിഷൻസും പാടില്ല, ഒരു തരത്തിലും പുറത്ത് ഇറങ്ങാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് കോടതി നിരീക്ഷിച്ചതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ഈ KC രാമചന്ദ്രൻ ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുൾപ്പെടെ ഈ തരത്തിലേക്ക് തന്നെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ നിയമ പോരാട്ടം വെറുതെ ആയിട്ടില്ല. ഈ ഒരുപക്ഷെ കൊലക്കുറ്റത്തിലേക്ക് എത്തിയിട്ട്
ചെയ്തിട്ടില്ല എന്നതൊഴിച്ച് കൊലക്കുറ്റം നമുക്ക് വേണോ വേണ്ടിയോ എന്നുള്ളത് മറ്റൊരു തർക്കമാണ്. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരാളുടെ ജീവൻ എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഒരു മനുഷ്യനും മറ്റൊരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശമില്ല എന്നുള്ളത്. പക്ഷേ പരമാവധി ശിക്ഷ കിട്ടുക, ഇതൊരു മാതൃകയായിട്ട് നാളെ ഇത് ആവർത്തിക്കാതിരിക്കുക എന്നതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കോടതി നിരീക്ഷിച്ച ഒരു കാര്യം. എതിരഭിപ്രായം പറയുമ്പോൾ, രാഷ്ട്രീയം പറയുമ്പോൾ വെട്ടിക്കൊല്ലുകയാണോ, കൊലപ്പെടുത്തുകയാണോ എന്ന് കോടതി വാദം നടക്കുന്നതിനിടെ വളരെ രൂക്ഷമായിട്ടാണ് കോടതി ചോദിച്ചത്. അപ്പോൾ അതൊക്കെ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇതിൻ്റെയൊക്കെ ആകെ അന്തസത്ത എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം. എതിരഭിപ്രായം പറയുന്നവനെ തെരുവിൽ വെട്ടിക്കൊല്ലുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താക്കീതാണ്. ഇതൊക്കെ അത് കണ്ടറിഞ്ഞ് അവർ മുന്നോട്ട് പോയാൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ നന്നായി. നാളെ മറ്റൊരാൾക്ക് ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നത് മാത്രമാണ് നമുക്കിപ്പോഴും ഇതിൻ്റെ അകത്തുള്ള ഒരു ആശ്വാസമായി പറയാനുള്ള ഒരു പ്രധാന കാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.